മാനാഞ്ചിറയുള്ള ലൈറ്റിങ് കാണാൻ പോവുകയാണ് കേട്ടോ. നല്ല തിരക്കാണ്, ഫുള്ള് ബ്ലോക്കാണ്. മാനാഞ്ചിറ അവിടെ റോഡ് പണി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ട്. വണ്ടിയൊക്കെ ദൂരെ വെച്ചിട്ടാട്ടോ നമ്മൾ നടന്നിട്ട് പോകുന്നത്. ഞങ്ങളിപ്പോൾ സ്കൂട്ടറിലാണ്, പക്ഷേ കാറുമായിട്ട് വരുന്നവരുടെ കാര്യമൊക്കെ കഷ്ടം തന്നെയായിരിക്കും കേട്ടോ. ജനുവരി 2-ാം തീയതി വരെ ഇതുണ്ടാവുള്ളേ. കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ മഴത്തുള്ളി പെയ്യുന്ന പോലെയുള്ളൊരു ലൈറ്റിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. എൻട്രൻസിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര തിരക്കായിട്ടാട്ടോ തോന്നുക. എല്ലാവരും തലകളും ഇങ്ങനെ കാണും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കൊന്നും കാണാൻ പറ്റൂല എന്ന്. ഇവരെയൊക്കെ പോലെ തന്നെ 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഞാൻ ഈ ലൈറ്റിംഗ് കാണാൻ വരാറുണ്ട്. ഓരോ വർഷവും ഓരോ രീതിയിലായിരിക്കും കേട്ടോ. ഇങ്ങനെ പിടിപ്പിച്ച ഓരോന്നിൻ്റെ കളറും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മാറി മാറി വരുവേ. കണ്ടില്ലേ, അടുത്തെത്തിയപ്പോൾ അത്ര തിരക്കില്ലല്ലോ. ഓരോ വർഷവും ഓരോ തീമിലായിരിക്കും കേട്ടോ ഉണ്ടാവുക. കഴിഞ്ഞ വർഷം ക്രിസ്മസിൻ്റെ തീമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഈ വർഷം അത് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാടൊന്നും കുത്തി നിറച്ചിട്ട് ഒന്നുമില്ല, കുറച്ച് മാത്രം വെച്ചിട്ട് അത് അടിപൊളിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അല്ലെങ്കിലും മാനാഞ്ചിറ രാത്രിയായ കാണാൻ നല്ല രസമാട്ടോ. ഇത് കണ്ടില്ലേ, വിരിയൊക്കെ ആയിട്ടാണ് ആൾക്കാരൊക്കെ വന്നിട്ടുള്ളത്. ഇവിടെ വിരിച്ചൊക്കെ ഇരുന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഏറ്റവും പ്രധാനമായിട്ടുള്ള ആകർഷണമാണ് കേട്ടോ ഈ ഡ്രാഗണിൻ്റെ. അതിൻ്റെ വാലിങ്ങനെ അങ്ങോട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ചുറ്റി പോയാലേ കാണുള്ളൂ. അടിപൊളിയായിട്ട് ഏറ്റവും ഭംഗി ഇതിനാണ്. ഇവിടുത്തെ വിറക് കഷ്ണങ്ങൾ അടുക്കി വെച്ചിട്ട് കനൽ പോലെ ഇല്ലേ ഈ ലൈറ്റിങ് കാണുമ്പോൾ. ഇനി നമ്മൾ കാട്ടിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ആൾക്കാരെയാണ് കാണുന്നത്. ഇവിടെ പാറേൻ്റെ മേലെ ഒരു ആന നിൽക്കുന്ന പോലെയാണ് കേട്ടോ ഉള്ളത്. ഇതിന് മുന്നിൽ ഇതുപോലെ പെൻസിൽ പോലെ കുറച്ച് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പെൻസിൽ പോലെയാണേ, അത് ശരിക്കും പെൻസിലായിരിക്കില്ല, ചിലപ്പോൾ മണ്ണിൻ്റെ കൂനിയോ അങ്ങനെ എന്തോ ആണ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. എനിക്ക് പെൻസിൽ പോലെയാണ് കേട്ടോ തോന്നിയത്. അപ്പുറത്ത് കുറച്ച് കൂണുകളുണ്ട്. കുറേ ദിവസത്തെ അധ്വാനമാണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങളിവിടെ ഓരോ സാധനം വാങ്ങാൻ വരുമ്പോഴൊക്കെ ഇവിടെ ഇങ്ങനെ പണിയെടുക്കുന്നത് കാണാം. പകൽ മുഴുവൻ പണിയായിരിക്കും. അതിൻ്റെ ഇടയിലൊരു സിംഹമുണ്ട് കേട്ടോ. ഏത് ഭാഗത്ത് നിന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഡ്രാഗണിനെ ആട്ടോ പെട്ടെന്ന് ശ്രദ്ധിക്കുക. ഇതൊരു സ്റ്റാറാണ്. ഈ ഭാഗത്ത് നോക്കുമ്പോൾ അത് സ്റ്റാർ പകുതി ഇല്ലാത്ത പോലെ തോന്നും. അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കൃത്യമായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് കണ്ടോ ഡ്രാഗണിൻ്റെ വാല്, എന്തൊരു വലിയ ഡ്രാഗണാ. കുഞ്ഞു പറയുന്നത് അമ്മേൻ്റെ മുഖം ഇടയ്ക്ക് ഈ ഡ്രാഗൺ പോലെ ആവാറുണ്ട് എന്ന്. വീട്ടിൽ നിന്ന് ദേഷ്യം വരുമ്പോൾ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി 2026 വെൽക്കം ചെയ്യുന്ന ഈ ലൈറ്റും കൂടി വെച്ചിട്ട് പിന്നെ കഴിഞ്ഞുവേ. ആളുകൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്, കുറേ പേര് അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ. ഇവിടെ ഒരു മരത്തിൽ ഇതുപോലെ കുറച്ച് ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടീൻ്റെ അവിടേക്ക് കുറേ നടക്കാനുണ്ട് കേട്ടോ. ഇതെങ്ങനെയായിരുന്നേ, ഞാൻ ഒരു പ്രാവശ്യം വന്നപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഡ്രാഗണിനെ ഒന്നും വെച്ചിട്ടൊന്നുമില്ല. ഇവിടുന്ന് നമ്മൾ നേരെ പോയത് പുതിയാപ്പയ്ക്കാണ് കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പുതിയാപ്പേൻ്റെ ലൈറ്റിങ് കാണിച്ചു തരേ. ലൈറ്റിങ് മാത്രമേ ഉണ്ടാവുള്ളേ. അതിൽ ഇപ്പോൾ അവിടെ കുറേ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ.
കാണണം എന്നുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ.